ഇറാന്റെ ഉപരോധത്തിനിടയിലും ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ കപ്പലുകൾ മുന്നേറുകയാണ്. ആഗോള എണ്ണ വാതക വ്യാപാരത്തിൽ 1/5 ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. US ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ അവിടെ ഉപരോധിച്ചു. പക്ഷേ ഇന്ത്യ അത് അതിജീവിച്ചു. ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾക്ക് ഈ ജലപാത തുറന്നു നൽകും എന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ ഗ്രീൻ സാൻവി എന്ന LPG ടാങ്കർ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി കടന്നു ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിക്കുന്നു. ഇതോടെ ഈ സുപ്രധാന പാതയിലൂടെ കടന്നുപോകുന്ന 8ാമത്തെ കപ്പലായി അത് മാറി. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നീ 2 കപ്പലുകൾ കൂടി വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തും. അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ലഭ്യതയെക്കുറിച്ച് ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ആ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോയി എന്ന് പറയുമ്പോൾ ആ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കപ്പലുകൾ അതുവഴി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. അത് ഇന്ത്യക്ക് അങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ ഒരു വിജയമാണ്. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാട്കി, അതുപോലെ പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, അതുപോലെ BW ടയർ, BW എൽമക്, ഗ്രീൻ സാൽവി തുടങ്ങിയ കപ്പലുകൾ ആണ് ആ ഇടുക്ക് വഴി ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചത്. യുദ്ധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ 485 ഇന്ത്യൻ കപ്പൽ ജീവനക്കാരുമായി 15ലധികം ഇന്ത്യൻ പതാകകളുള്ള കപ്പലുകൾ ഇപ്പോഴും അവിടെ ഗൾഫ് മേഖലയിലുണ്ട്. ഇപ്പോൾ ഈ കപ്പലുകൾക്ക് ഈ കടലിടുക്ക് വഴി കടന്ന് ഇന്ത്യയിലേക്ക് വരാൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇത് നൽകുന്നത്. ഇന്ത്യൻ കപ്പലുകളുടെയും മറ്റ് കപ്പലുകളുടെയും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ നേരത്തെ തന്നെ അവിടെ ഇന്ത്യൻ നാവികസേന അവരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു. വർഷങ്ങളായി ഒമാൻ ഉൾക്കടലിലും അറബിക്കടലിലും ഒക്കെ ഈ ഇന്ത്യൻ നാവികസേന അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് ഇറാൻ പറയുമ്പോൾ ഈ പാത തുറന്നു കൊടുക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നൊക്കെയുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ നേതാക്കൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിനായി ഇറാൻ പാർലമെൻറ്റ് ഒരു പുതിയ മാനേജ്മെൻറ്റ് പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചില രാജ്യങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. അപ്പോൾ അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇതുവഴി കടന്നു വരാൻ ആവില്ല. അവരുടെ യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ ഏകപക്ഷീയമായ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമായിരിക്കും. ഈ പാതയുടെ മേൽ ഇറാനുള്ള പരമാധികാരം ഉറപ്പിക്കുകയും ഒമാനുമായി ചേർന്ന് നിയമപരമായ ഒരു ചട്ടക്കൂട് രൂപീകരിക്കുകയും ചെയ്യാനാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ലോകം ഒരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ലോകം ഒരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുമ്പോൾ ഇന്ത്യ അത് അതിജീവിക്കുകയാണ്. ഇന്ത്യ നിശബ്ദമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ആ നിശബ്ദ പ്രവർത്തനം ഒരു നയതന്ത്ര വിജയം ഉറപ്പാക്കുകയാണ്. സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഇറാൻ കടലിടുക്ക് വഴി കടന്നുപോകാൻ അനുവാദം നൽകും എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഇന്ത്യയുടെ ഒരു പ്രധാന നയതന്ത്ര ഇടപെടലിൻ്റെ ഭാഗമായി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രഖ്യാപനം ഒരു മാറ്റം വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ ഒരു ചോക്ക് പോയിൻ്റാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അതിലൂടെ കടന്നു പോകുക അത്ര എളുപ്പവുമല്ല. ഇപ്പോൾ ഊർജ ഇറക്കുമതിയെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് അത്തരമൊരു ഘട്ടത്തിൽ നമ്മളുടെ ഈ നേട്ടം വ്യക്തമായ ഒരു നയതന്ത്ര വിജയമാണ്. ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ ജാഗ്രതയുള്ള സമീപനത്തെ പലരും വിമർശിച്ചിട്ടുണ്ട്. അത് വിശകലന വിദഗ്ധരായിക്കോട്ടെ, വിമർശകരായിക്കോട്ടെ പലപ്പോഴും ഇന്ത്യയുടെ നിലപാടിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാനുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് ഈ നേട്ടം കൈവരിക്കാൻ രാജ്യത്തിന് കഴിയുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേലുമായി നമുക്ക് ആഴത്തിലുള്ള പങ്കാളിത്തം ഉണ്ട്, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ. അതുപോലെ ഈ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച മേഖലയിലും ഒക്കെ വളരെ വലിയ ഒരു അടുപ്പമുണ്ട്. യോജിച്ച ചില പ്രവർത്തനങ്ങളും നടത്തുന്നു. ഇസ്രായേലുമായി ആ ബന്ധം നമ്മൾ നിലനിർത്തുന്നു. US-ഉമായി ഒരു സഖ്യസ്ഥാനവും നമ്മൾ നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് തന്ത്രപരവും നിർണായകവുമായ ചില നീക്കങ്ങൾ നടത്താൻ കഴിയുന്നു.
ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു പാത ഉറപ്പാക്കാൻ കൂടി നമുക്ക് കഴിയുന്നു. അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകും. നമ്മുടെ ബഹുധ്രുവ വിദേശ നയം വെറും വാചോടപ്പമല്ല, മറിച്ച് ഒരു പ്രായോഗിക തന്ത്രമാണ്. അതാണ് ഇന്ത്യ തെളിയിക്കുന്നത്. ഈ ഒരു നേട്ടം കൈവരിക്കാൻ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല എന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.